വ്യവസായ കണക്കിലെടുത്ത് കൊച്ചിക്ക് മെട്രോ റെയിൽ അടിയന്തര പ്രാധാന്യത്തോടെ അനുവദിക്കണമെന്ന് നഗരവികസന മന്ത്രി ജയ്പാൽ റെഡ്ഡിയോട് ആവശ്യപ്പെട്ടു. മെട്രോ അനുവദിക്കുന്നതില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ MD E. ശ്രീധരനാണ് മുഖ്യമന്ത്രി ജയ്പാൽ റെഡ്ഡിയുമായി ചർച്ച നടത്തിയത്. കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയും അനുവദിക്കണമെന്ന സംസ്ഥാനത്തോട് കേന്ദ്ര ധനമന്ത്രാലയമാണ് മുഖം തിരിച്ചു നിൽക്കുന്നത്. ചെലുത്തുന്നതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി നഗരവികസന മന്ത്രി ജയ്പാൽ റെഡ്ഡി AK ആന്റണിയും വയലാർ രവിയും ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സമ്മതിക്കുന്നുണ്ടെന്നും പദ്ധതിക്ക് നഗരവികസന മന്ത്രാലയം അനുകൂലമാണെന്നും വ്യക്തമാക്കിയാണ് ജയ്പാൽ റെഡ്ഡി മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. വളർന്നുവരുന്ന വ്യവസായ നഗരമെന്ന നിലയിൽ കൊച്ചിക്ക് മെട്രോ റെയിൽ അനുവദിക്കേണ്ട ആവശ്യകത മുഖ്യമന്ത്രി ജയ്പാൽ റെഡ്ഡിക്ക് വിശദീകരിച്ചു. കണ്ടെയ്നർ ടെർമിനൽ, ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി, ഇതിൻ്റെ എല്ലാമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഒന്ന് കൂടാൻ പോകുന്നത്. കീഴോട്ട് കാല് ഗ്രൗണ്ടിൽ കുത്താൻ കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതിയാണ് കൊച്ചിയിൽ. സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം ഡൽഹി മെട്രോ മാതൃകയിൽ പദ്ധതി നടപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് E. ശ്രീധരൻ അറിയിച്ചു. പ്ലാനിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ അപ്രൂവൽ ലെറ്ററിൽ അപ്രൂവൽ എപ്പോഴും ഉണ്ട് നമ്മുടെ അടുത്ത്. ആസൂത്രണ കമ്മീഷനും ഇതേ നിലപാടാണുള്ളതെന്ന് ശ്രീധരൻ വ്യക്തമാക്കി. മനോരമ ന്യൂസ്, ഡൽഹി. സ്വകാര്യ മാനേജ്മെന്റുകൾക്ക് വേണ്ടി സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപേക്ഷാ ഫോം വാങ്ങുമ്പോൾ തന്നെ മുഴുവൻ ഫീസും കൊടുക്കണമെന്ന നിബന്ധന സ്വകാര്യ മാനേജ്മെന്റുകളെ സഹായിക്കാനാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഫീസ് സംബന്ധിച്ച പ്രശ്നം അന്വേഷിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി